നിർബൻ, നമ്മൾ നേരത്തെ രാഹുൽ മാങ്കൂട്ട വിഷയം സംസാരിച്ചു പോയതാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്തെ കാഴ്ച എന്താണ് നിർബൻ? തീർച്ചയായും മനു, തലസ്ഥാനത്ത് സംബന്ധിച്ച് പറയുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ചൂട്, കേരളത്തിൽ ആകമാനമുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് തലസ്ഥാനത്ത് നഗരത്തിൽ മാത്രമല്ല ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലത്തുമുണ്ട്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇനി 5 നാളുകൾ മാത്രം അവശേഷിക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ നേരിട്ടുള്ള വോട്ട് അഭ്യർത്ഥനയ്ക്കൊപ്പം തന്നെ പ്രചരണ സ്ക്വാഡുകൾ, സ്ഥാനാർത്ഥികളുടെ വാഹന പര്യടനങ്ങൾ, ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ വാഹന പര്യടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ജഗതി വാർഡിലാണ്. ജഗതി വാർഡിനെ കുറിച്ച് പറയുമ്പോൾ മനു, ജഗതി പിടിക്കാൻ പൂജപ്പുര എന്നതാണ് തിരുവനന്തപുരത്തെ ക്യാപ്ഷൻ. കാരണം ഈ പൂജപ്പുര, ഈ ജഗതി വാർഡിൽ മത്സരിക്കുന്നയാൾ എന്ന് പറയുന്നത് പൂജപ്പുര രാധാകൃഷ്ണനാണ്. പൂജപ്പുര രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക്, ഈ വാർഡിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ജഗതിയോ പൂജപ്പുരയോ തിരുമലയോ തലസ്ഥാന നഗരത്തിലെ ആളുകൾക്ക് മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാവർക്കും, സിനിമാ പ്രേമികൾക്ക് ആകെ പരിചിതനായ പൂജപ്പുര രാധാകൃഷ്ണനാണ് ജഗതി വാർഡിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ രാവിലെ ആരംഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ, LDFിൻ്റെ പ്രവർത്തകരെല്ലാം രാവിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂടിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ ഈ നിമിഷം പ്രേക്ഷകർക്കാണ്. രാവിലെ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വന്ന് പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ന് പ്രചരണത്തിലേക്ക് പോവുകയാണ്. ഒരു ചായ കുടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കടയുടെ മുന്നിൽ നിൽപ്പുണ്ട്. അദ്ദേഹത്തോട് തന്നെ ഈ പ്രചരണത്തിൻ്റെ ചൂട് നമുക്ക് ചോദിച്ചറിയാം. ഒപ്പം തന്നെ തലസ്ഥാനത്ത് ആകെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൂജപ്പുര രാധാകൃഷ്ണനിലേക്ക് പോകാൻ മനു. കാരണം ഞാൻ നേരത്തെ മുഖവരിയായി പറഞ്ഞു, ജഗതി പിടിക്കാൻ പൂജപ്പുര എന്നതാണ് ക്യാപ്ഷൻ. കാരണം തൊട്ടടുത്തുള്ള പൂജപ്പുര രാധാകൃഷ്ണൻ, തൊട്ടടുത്തല്ല, ഇവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. ഈ പ്രദേശത്ത് ജനിച്ച് വളർന്ന ഒരാളാണ്. ഒപ്പം തന്നെ പൂജപ്പുര രാധാകൃഷ്ണൻ പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുഖവരിയായി കൈരളിയുടെ പ്രേക്ഷകരോട് പറയുകയായിരുന്നു, രാവിലെ സ്ഥാനാർത്ഥിയുടെ പര്യടനം ആരംഭിക്കാൻ പോവുകയാണ്. ഞാനൊരു ക്യാപ്ഷൻ പറഞ്ഞു, അതായത് ജഗതി പിടിക്കാൻ പൂജപ്പുര. അപ്പോൾ പൂജപ്പുര രാധാകൃഷ്ണൻ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് സുപരിചിതനായ ആളാണ്. ഇപ്പോൾ വീടുകളിലൊക്കെ കയറുമ്പോൾ ആ ഒരു സ്വീകാര്യത സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കാരണം എനിക്ക് ഇത്രമാത്രം സ്നേഹമുള്ള അമ്മമാരും സഹോദരിമാരും അവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അവിടെ ചെല്ലുമ്പോൾ ആദ്യം മുഖം ഒരുമാതിരി വലിപ്പിച്ച് ഇങ്ങനെ ദേഷ്യമായിട്ടിരിക്കും. എന്തുകൊണ്ടാണ്? ഈ ആളുകളുടെ ഒരു ശല്യം കാരണമായിരിക്കുമോ എന്താണെന്ന് അറിഞ്ഞില്ല. പക്ഷേ ഞാൻ അവിടെ കയറി വരുമ്പം ആ മുഖം ഒന്ന് വികസിക്കുന്നത് കാണണം. അതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഉള്ള ഒരു ജനങ്ങളുടെ ഒരു പരിചയമാണ് നമുക്ക് മുതൽക്കൂട്ടായി മാറുന്നത്. തീർച്ചയായിട്ടും പരിചയവുമാണ്. അവരെ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ്. ആ ഇഷ്ടം എന്തോ ഒരു നിധിയായിട്ട് ഞാൻ സൂക്ഷിക്കുകയാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, പൂജപ്പുര രാധാകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ, ഈ ചലച്ചിത്ര രംഗത്തുള്ള താങ്കളുടെ തുടക്കം മുതലുള്ള ഒരു പ്രദേശമാണ്. നാടകം മുതൽ കാലത്ത് ഈ പ്രദേശമാണ് താങ്കൾ ജനിച്ചു വളർന്ന പ്രദേശമാണ്. ഈ ജഗതി എന്ന് പറയുമ്പോൾ ജഗതി ശ്രീകുമാറിൻ്റെ സ്ഥലം, തൊട്ടടുത്ത് തന്നെ പത്മരാജനുണ്ട്. പിന്നെ ചലച്ചിത്ര, സിനിമ, സീരിയൽ രംഗത്തെ പ്രമുഖരെല്ലാം താമസിക്കുന്നത് ഇവിടെയാണ്. പൂജപ്പുര രവി അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കൂടിയാണ്. ഒപ്പം തന്നെ തൊട്ടടുത്ത് പോയാൽ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മുടകം മുകളിലാണ് താമസിക്കുന്നത്, മോഹൻലാൽ. അങ്ങനെ ചലച്ചിത്ര താരങ്ങളുടെ ഒരു വലിയ പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ ചലച്ചിത്ര രംഗത്തൊക്കെയുള്ള ഈ സൗഹൃദങ്ങളൊക്കെ വോട്ടായി മാറുമോ? ചലച്ചിത്ര രംഗത്തുള്ള ആളുകൾ അവർ ചെയ്യും. കാരണം അവരിലുള്ള ഒരുവനാണ് ഞാൻ മാറി നിൽക്കുന്നവനല്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയ ആളാണ്. കാരണം ആ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ചേർന്നാലേ അതിൻ്റെ ഒരു പ്രയോജനം നമുക്കും കിട്ടും. കാരണം ഒന്നുമില്ല, ഒരു അറ്റൻഷൻ, നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ വരും. ഇപ്പം ആശുപത്രിയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിൽ സമൂഹത്തിലാണെങ്കിലും എല്ലാം ഒറ്റപ്പെടുന്നവനായിട്ട് മാറാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള കൂട്ടായ്മകൾ വേണമെന്ന് ഞാൻ കരുതുന്ന ആളാണ്. അതിനുവേണ്ടി ശ്രമിച്ച് വളരെ വിജയിക്കുകയും ചെയ്തതാണ്. അപ്പം ഏറ്റവും അവസാനം ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ആത്മാ എന്ന് പറയുന്നത്. സീരിയൽ അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ്. അങ്ങനെ ഉണ്ടാക്കി. പിന്നെ എന്ത് പറയാൻ, അതിനു മുമ്പ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതി, അതിൻ്റെ ഇതുണ്ടായിരുന്നു, കോൺഫെഡറേഷൻ ഓഫ് ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടായപ്പോഴാണ് 2001 നമ്മുടെ ബഹുമാനിതനായ മന്ത്രിയുടെ ഇതിനു വേണ്ടി ഞങ്ങളെല്ലാം കൂടെ പോയി
അവിടെ ചെന്ന് അടിയെല്ലാം കൊണ്ട് ആദ്യം ഇടിച്ചത് എന്നെ, പിന്നെ കാലടി ഓമന ചേച്ചിയുടെ കണ്ണാടിയൊക്കെ അടിച്ച് പൊട്ടിച്ചു. ചുരുക്കി പറഞ്ഞാൽ അതോടുകൂടി അതങ്ങ് ഒരു ടേണിംഗ് പോയിൻ്റായി മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് കോണ്ടാക്ട് എന്ന് പറയുന്ന സംഘടന അത് ഈ ടെലിവിഷൻ്റെ ടെക്നീഷ്യൻസിനും കൂടെ ഉള്ളതാണ്. അപ്പോൾ അത് നടക്കില്ല. അപ്പോൾ നമ്മുടെ താരങ്ങളുടെ ഇടയിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ഡിസിപ്ലിൻഡ് ആക്കാനായിട്ട് ആണ് ആത്മാ എന്ന് പറയുന്ന ഞാൻ നല്ലൊരു ധാരാളം അതെ, സംഘാടകൻ എന്ന് പറഞ്ഞാൽ സ്ഥാപക ഒരു ഇതാണ്. ഇന്നും എൻ്റെ ഗണേഷ് ജി അദ്ദേഹം എന്നെ അത്രമാത്രം എവിടെയും പറയുന്ന ഒരു ഇതാണ്. എനിക്ക് ചെറിയൊരു മാധുരി കാറുണ്ടായിരുന്നു. ആ മാധുരിയിൽ ഇതിലൂടെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൂട്ടി യോജിപ്പിച്ച് അതിനകത്ത് എല്ലാ കടലാസുകളും, ആപ്ലിക്കേഷൻ ഫോം, പിന്നെ ബാക്കി ആളുകൾക്ക് വേണ്ടുന്നുള്ള എല്ലാ സംവിധാനങ്ങളും അതിനകത്ത് ഒരുക്കിയിരിക്കും. എൻ്റെ വീട്ടുകാരെ ഒന്നും കയറ്റാനുള്ള സൗകര്യമില്ല. ഇതെല്ലാം എല്ലാ ബുക്കും അതും ഇതും എല്ലാം കൂടെ കൊണ്ടുപോയി ഇങ്ങനെ ഉണ്ടാക്കി ഇന്ന് അത് ഒരു അതിബൃഹത്തായ ഒരു സംഘടനയായിട്ട് മാറി. അതിന് കാരണമെന്ന് പറയുന്നത് KV ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പിന്തുണയാണ്. എല്ലാ അർത്ഥത്തിലും അത്രമാത്രം താല്പര്യമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് മുതൽക്കൂട്ടായി മാറും. അതൊക്കെ ഇതിനകത്ത് മുതൽക്കൂട്ടായിട്ട് മാറും. എനിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് എൻ്റെ ആളുകൾ വരും. ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. അത്രമാത്രം ഒരു ഇത് ആണ്. അവരും കൂടെ വരുമ്പോൾ അവർ രാഷ്ട്രീയമായിട്ടൊന്നും കാണിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഒക്കെ ഉണ്ടാവും, കുറച്ച് പേരുണ്ടാവും. ഈ പൂജപ്പുര രാധാകൃഷ്ണനെ കുറിച്ച് മനു ഇപ്പോൾ അവിടെ നിന്നാണ് കേൾക്കുന്നത്. മനു നിൽക്കുന്നത് അങ്ങകലെ പാലക്കാടാണ്. ഈ പൂജപ്പുര രാധാകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ടുണ്ട്. അത് ജഗതി തന്നെ സ്ക്രീനിൽ പാടി അഭിനയിക്കുന്ന രാമ ശ്രീരാമ എന്ന പാട്ടാണ്. ആ പാട്ട് പാടുമ്പോൾ ക്ലാരിനെറ്റ് എന്ന ഉപകരണം വായിച്ചുകൊണ്ട് പിന്നിൽ നിൽക്കുന്നത് പൂജപ്പുര രാധാകൃഷ്ണനാണ്. പൂജപ്പുര രാധാകൃഷ്ണൻ്റെ ഇപ്പോഴും ആ പാട്ട് രംഗത്ത് ജഗതി വളരെ തന്മയത്തോടെ അഭിനയിച്ച ഒരു ഭാഗമാണ്. പാട്ട് സീനൊക്കെ ജഗതി അഭിനയിക്കുന്നതിന് പ്രത്യേകമായ ഒരു രീതിയുണ്ട്. ഈ ഭക്ഷണം കഴിക്കുന്നതിൽ തന്നെ ജഗതിയുടെ വ്യത്യസ്തമായ വെറൈറ്റികളുണ്ട് എന്നതാണ് മലയാള സിനിമയുടെ നിരീക്ഷണം. അത്തരത്തിൽ ജഗതിക്കൊപ്പം അഭിനയിച്ചതിൻ്റെ പരിചയമുണ്ട്. ആ പാട്ട് രാമ ശ്രീരാമ, അതായത് ഉർവശി കഥ എഴുതിയ ഉത്സവമേളം എന്ന സിനിമയാണ്. അതിൽ രാമ ശ്രീരാമ എന്ന പാട്ട് പാടുമ്പോൾ പിന്നിൽ നിന്ന് ഈ ക്ലാരിനെറ്റ് എന്ന ഉപകരണം വായിക്കുന്ന ആ പൂജപ്പുര രാധാകൃഷ്ണൻ്റെ ചിത്രം ഇപ്പോഴും പാട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുമ്പോഴൊക്കെ പൂജപ്പുര രാധാകൃഷ്ണനെ കാണും. ആ പാട്ട് സീനിൻ്റെ ഓർമ്മയുണ്ടല്ലോ, ഇപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്നൊരു പാട്ടാണ്. അപ്പോൾ ചേട്ടൻ പിന്നിൽ നിന്ന് ഈ ക്ലാരിനെറ്റ് വായിക്കുന്നത് കാണാം. ഒപ്പം തന്നെ ചേട്ടൻ ഒരു പഴവും കൂടി കഴിക്കുന്നുണ്ട്. അല്ല, അതെന്താണെന്ന് വെച്ചിരുന്നാൽ ഈ സാധാരണ കലാകാരന്മാരിൽ ഈ പക്കമേളക്കാർ ഇതുപോലെ സമയം കിട്ടുമ്പം എന്തെങ്കിലുമൊക്കെ ഇതിൽ ഉപയോഗിക്കുന്ന പതിവുണ്ട്. അപ്പം ഞാൻ നേരത്തെ അത് മനസ്സിലാക്കി വെച്ചിട്ട് കുറച്ച് പഴം സംഘടിപ്പിച്ച് വെച്ചിരുന്നു. അപ്പം ഈ ക്ലാർനെറ്റ് എന്തെങ്കിലും ഒരു വായന വേണം. ക്ലാർനെറ്റ് വായിച്ചു വരുമ്പോൾ അതിൻ്റെ ആ BGM കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമയം വെറുതെ അടച്ചിരിക്കുന്നത്. അപ്പോൾ ആ പഴം കൂടെ എടുത്ത് തിന്നുമ്പോൾ അതിൻ്റെ ഒരു ഇത് അങ്ങനെ അതൊരു ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അത് മാത്രമല്ല, ആ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലും ഇല്ലാത്ത അത്രമാത്രം പ്രചാരം വന്നതാണ് ആ പാട്ട്. എന്താണെന്ന് വെച്ചാൽ അതിൽ ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ ആ ഭാഷയിൽ ആ പാട്ട് ആ മൊഴി മാറ്റുന്നത് മാത്രമല്ല, അത് മാറ്റിയിട്ട് സംഗതി ഇത് തന്നെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എഡിറ്റർമാർ അത് എഡിറ്റ് ചെയ്ത് വെച്ചാൽ അവരെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല. ഇപ്പം ദുബായിൽ പോവുകയാണെങ്കിൽ ഉറുദുവിലായിരിക്കും ഈ പാട്ട് വരുന്നത്. അപ്പോഴും പിന്നെ അറബിയിൽ പാടി അതിൻ്റെ ഇത് പിന്നെ അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ ഇപ്പം കന്നഡ പാടും, തമിഴിൽ എല്ലാ തരത്തിലും അത് ആയി 36 വർഷത്തോളമായി. ഇപ്പോഴും അത് സംഗതി വളരെ ഹിറ്റാണ്. അമ്പിളിച്ചേട്ടൻ്റെ ആ സുന്ദരമായ അമ്പിളിച്ചേട്ടൻ്റെ മറക്കാക്കില്ല, അത്രമാത്രം കാര്യമായിട്ട് ചെയ്ത്. അപ്പോൾ ഈ അദ്ദേഹം മിണ്ടാതിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ അദ്ദേഹം അതനുസരിച്ചിട്ട് ചലിക്കുന്നതും ചുണ്ടനക്കുന്നതും ഒക്കെ കാണാൻ കഴിയും. അപ്പം പഴയ ഓർമ്മകൾ ഉണ്ട് എന്നുള്ള എൻ്റെ ലക്ഷ്യമാണ്. അത്
ഈ പൂജപ്പുര രാധാകൃഷ്ണനൊപ്പം നമ്മുടെ LDF-ന്റെ പ്രവർത്തകരൊക്കെ ഉണ്ട്. രാവിലെ തന്നെ സ്ക്വാഡിന് ഇറങ്ങാനുള്ള അവരുടെ തിരക്കാണ്. ആ തിരക്ക് പിടിച്ച ആ സ്ക്വാഡിന്റെ തിരക്കിനിടയിലാണ് നമ്മൾ പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടനെ രാവിലെ നമ്മൾ ജഗതിയിൽ വെച്ച് കാണുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഈ രാധാകൃഷ്ണൻ ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പഴയ അനുഭവങ്ങളൊക്കെയാണ് പങ്കുവച്ചത്. ഒപ്പം തന്നെ ഈ അദ്ദേഹം സുപരിചിതനായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സ്വീകാര്യത ഉണ്ട് എന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ LDF-ന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് സ്വീകാര്യത വോട്ടായി മാറുമോ? ജഗതി വാർഡിനെ സംബന്ധിച്ച് 5 ബൂത്തുകളാണുള്ളത്. ഞങ്ങൾ മുൻപൊന്നും ഇല്ലാത്ത തരത്തിൽ അവിടെ ഓരോ വീടുകളിൽ പോകുമ്പോഴും വളരെയധികം സ്വീകാര്യതയാണ്. അതിപ്പോൾ പാർട്ടി നോക്കിയിട്ടല്ല ചേട്ടനെ ഇൻവൈറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരുപാട് നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരിൽ പലരും പേഴ്സണലായിട്ട് ചേട്ടനോട് പറയുന്നുമുണ്ട് ഈ പ്രാവശ്യം എന്തായിരുന്നാലും ഒരു മാറ്റം ജഗതിക്കുണ്ടാകും എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളെ ഏറ്റവും വലിയ വിശ്വാസവും അത് തന്നെയാണ്. ഒരുപാട് പേര് വാർഡിനകത്തും പുറത്തുള്ള ഒരുപാട് പേരുമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രവർത്തനം. ശരിക്കും പ്രവർത്തനത്തിൻ്റെ തീർന്നു എന്ന് പറയാൻ കഴിയില്ല, എന്നാലും വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന തരത്തിലേക്ക് പ്രവർത്തനം മാറിയിട്ടുണ്ട്. ഈ പ്രാവശ്യം എന്ത് വന്നിരുന്നാലും ജഗതി വാർഡ് പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടൻ പിടിച്ചിരിക്കും. തീർച്ചയായും LDF പ്രവർത്തകരുടെ ആത്മവിശ്വാസമാണ് മനു നമ്മൾ പങ്കുവച്ചത്. വലിയ തിരക്കുള്ളൊരു ദിവസമാണ്. കാരണം മറ്റ് ജില്ലകളുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയണം. പൂജപ്പുര രാധാകൃഷ്ണന് കൈരളിയുടെ എല്ലാവിധ വിജയാശംസകൾ നേരുന്നു. ഒപ്പം തന്നെ തിരക്ക് പിടിച്ച ഒരു വോട്ടഭ്യർത്ഥന ദിവസത്തിൽ അവരുടെ അധിക സമയം നമ്മൾ അപകരിക്കുന്നില്ല. ആശംസകൾ നേരുകയാണ് കൈരളി ന്യൂസിൻ്റെ. തീർച്ചയായും മനു, അത് പൂജപ്പുര രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചത്. ചുരുക്കി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് ഇനി 5 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ആവേശ ചൂടിലാണ് തിരുവനന്തപുരം നഗരവും തിരുവനന്തപുരം ജില്ലയും.